ഫ്രണ്ട്സ്, ഐ എം ജോയ് തലക്കാട് ആൻഡ് വെൽക്കം ടു ദ ജോയ്സ് കിച്ചൺ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന ഒരു ബീഫിൻ്റെ ലിവർ ഫ്രൈ ആണ്. അതിനാവശ്യമായിട്ട് ഞാനൊരു അര കിലോ ബീഫിൻ്റെ ലിവർ നുറുക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ഓണിയൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, 3 അല്ലി വേപ്പിലയും, പിന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 4-5 വെളുത്തുള്ളി ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു പാൻ വെച്ച് പാനിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഈ ജിഞ്ചറും ഗാർലിക്കും കൂടി ആഡ് ചെയ്യാൻ വേണം. അതുപോലെ തന്നെ അതിന് സവാള, ഓണിയൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഈ പാനിലേക്ക് വേപ്പിലയും പച്ചമുളകും കൂടി ആഡ് ചെയ്യാണ്. അതുപോലെ 1/2 ടീസ്പൂണ് സാൾട്ട് ആഡ് ചെയ്യാണ്. ഈ പാനിലേക്ക് 1/2 ടേബിൾ സ്പൂണ് ചില്ലി പൗഡർ ആഡ് ചെയ്യാണ്. അതേപോലെ 1/2 ടേബിൾ സ്പൂണ് കുറുക്കം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യാണ്. 1/2 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്യാണ്, പൊടിച്ചത്. 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല പൊടിച്ചത് ആഡ് ചെയ്യാണ്. ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്ത് ഒഴിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ശരിക്കും മൂക്കാൻ നിൽക്കണ്ട, അതിക്ക് മുമ്പ് ഈ ലിവർ ഇടണം, കാരണം കുറച്ച് നേരം കിടന്ന് ഡ്രൈ ആവാനുള്ളതാണ്. അപ്പം ബോയിൽ ചെയ്യാതെ ഇങ്ങനെയാണ് ഡയറക്റ്റായിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതിൽ നുറുക്കി വെച്ച 1/2 കിലോ ലിവർ അതിനകത്തേക്ക് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലകൾ ചേർക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പാനിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അടിക്ക് പിടിക്കും. അപ്പം അതിന് ശേഷം ഇത് ആഡ് ചെയ്താൽ ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അതല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അത് ഒരുവിധം റെഡിയായി കഴിയുമ്പോൾ വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇടണം കേട്ടോ. അങ്ങനെ ലിവർ ഒരുവിധം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കൂടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താലാണ് അതിൻ്റെ ചുറ്റ് വേവ് കറക്റ്റായി ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ഡാർക്ക് കളറിലേക്ക് വരും. ഇതിനകത്ത് കൂടുതലും നമ്മൾ ആഡ് ചെയ്യുന്നത് മുളക് പൊടിയൊക്കെ റെഡ് ചില്ലിയേക്കാളും ഉപരിയായിട്ട് നമ്മൾ ബ്ലാക്ക് പെപ്പർ പൊടിച്ചതാണ് കൂടുതലും ആഡ് ചെയ്യാൻ ബെറ്റർ. പിന്നെ അതുപോലെ ഗ്രീൻ ചില്ലി അങ്ങനെയൊക്കെ ഇടുമ്പോഴാണ് ഇതിന് ലിവറിനൊക്കെ കൂടുതലും ടേസ്റ്റ് വരിക. ലിവർ ഫ്രൈയിലേക്ക് 1/2 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഫ്ലേവറും കിട്ടും, ടേസ്റ്റ് കിട്ടും. അതുപോലെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി പൊടിച്ചതും കൂടി ആഡ് ചെയ്യുകയാണ് ഇതിനകത്തേക്ക്. മൊത്തം 1 സ്പൂണ് ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ആയിട്ടോ. നല്ല കളർഫുള്ളും ടേസ്റ്റും ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ നുറുക്കി റെഡിയാക്കി എടുക്കുമ്പോൾ അതിന് അത്ര കളറൊക്കെ ഒന്നും തോന്നിക്കില്ല, പക്ഷേ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ സ്റ്റൈല് മാറി വരും. ഇനി ലിവർ ഫ്രൈയിലേക്ക് 1/2 ഓണിയനും 1 ഗാർലിക്കും ചെറിയ കഷ്ണം ജിഞ്ചറും കൂടി ഇതുപോലെ അരിഞ്ഞത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇട്ടതെല്ലാം ഇങ്ങനെ കിടന്ന് മുരിഞ്ഞ് തീരാറാവും. ലാസ്റ്റ് ഇട്ടത് കുറച്ച് കൂടി റെഡി അതിൻ്റെ മുകളിൽ കിടക്കുന്നത് കണ്ടോ. ലിവർ ഫ്രൈ അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. വളരെ കളർഫുള്ളും, ഞാൻ പറഞ്ഞില്ലേ ഡാർക്ക് കളറാവുന്നു കണ്ടോ, നല്ല അടിപൊളി സ്റ്റൈലായില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓണിയനും മറ്റ് ഐറ്റംസൊക്കെ ആദ്യം ഇടുമ്പോൾ കുറച്ച് നേരത്തെ മൂക്കണേക്ക് മുമ്പ് ഇടണം, കാരണം ഇത് കിടന്ന് മുരിഞ്ഞു പോകും. അവസാനം കുറച്ചും കൂടി ഇട്ടാൽ നല്ലതാണ് നമുക്ക്. ഉണ്ടോ, നല്ല അടിപൊളി ഡാർക്ക് ആയില്ലേ. വേണ്ട ഇപ്പം ഇത് വെന്തുണ്ട് കണ്ടോ, വളരെ ടേസ്റ്റ്, വളരെ ടേസ്റ്റ് ഉണ്ട്.